ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SM KL04 വ്ലോഗ്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ചോക്ലേറ്റ് ഇഡലി കേക്കാണ്. നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ പ്രിപ്പയർ ചെയ്തെടുക്കാം. ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ തന്നെ എളുപ്പത്തിൽ നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്ത് നമുക്ക് നോക്കിയിട്ട് വന്നാലോ? പോകാം വീഡിയോയിലേക്ക്. ആദ്യം തന്നെ നമുക്ക് ഇതിനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് 3.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 2 പ്രാവശ്യമെങ്കിലും ഇതൊന്ന് അരിച്ചിട്ടെടുക്കണം. അരിച്ചിട്ടെടുക്കുന്നത് നമ്മുടെ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരുപോലെ എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ 2 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ അങ്ങ് മാറ്റി വെക്കാം. ഇനി ഒരു ജാർ എടുക്കാം. അതിലേക്ക് ഒരു 3 കോഴിമുട്ടയാണ് നമ്മൾ എടുക്കുന്നത്. അത് റൂം ടെമ്പറേച്ചറിൽ തന്നെ ഉള്ളതായിരിക്കണം. ഫ്രിഡ്ജിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ നേരത്തെ തന്നെ വെളിയിലെടുത്ത് വെക്കണേ. 3 കോഴിമുട്ട ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു 30 സെക്കൻഡ് ഹൈ സ്പീഡിലൊന്ന് അടിച്ചിട്ടെടുക്കണം. ഇപ്പോൾ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ ഒരു 3/4 കപ്പ് അളവിന് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തുനിന്ന് ഹൈ സ്പീഡിൽ 30 സെക്കൻഡ് ഒന്ന് അടിച്ചിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ അരിച്ച് മാറ്റി വെച്ചത് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇല്ലേ, അത് കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്ത് നമുക്കൊരു സ്പാച്ചിലോ അല്ലെങ്കിൽ വിസ്കോ ഉപയോഗിച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. നന്നായിട്ട് കെട്ടാതെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. എന്നിട്ട് കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഒരു 3-4 പ്രാവശ്യമായിട്ട് ഇതിങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഈ ടൈമിൽ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ടോടെ ചെയ്തേക്കണേ. ഇതുപോലെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേനും ടൈറ്റായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ റൂം ടെമ്പറേച്ചറുള്ള പാൽ, അതായത് നമ്മൾ തിളപ്പിച്ചാറിയ പാലില്ലേ, അതൊന്ന് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേനും നല്ല ലൂസായിട്ട് നമ്മുടെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഇതാണ് നമ്മുടെ കറക്റ്റ് അളവ്. ഇതുപോലെ ഇരിക്കണം നമ്മുടെ ബാറ്റർ. ഇനി നമുക്ക് ഇഡലി തട്ട് ഇതുപോലെ എടുത്ത് നമുക്കൊന്ന് ഓയിൽ തടവിയിട്ട് ഇതിലേക്ക് നമുക്ക് ഓരോ സ്പൂൺ വീതം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ അതിലാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. ഇനി ഇതിന് നടുക്കായിട്ട് നമുക്ക് കുറച്ച് ചോക്ലേറ്റ്, ഞാൻ ഡാർക്ക് കോമ്പൗണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്തെടുത്താണ്, അതങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിന് പകരം ഡയറി മിൽക്കോ ആണേലും ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. കുറച്ച് ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ നടുക്കോട്ട് വെച്ചാൽ കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ നമ്മൾ ഈ നമ്മുടെ ബാറ്റർ അതിൻ്റെ മുകളിലായിട്ട് മൊത്തത്തിലൊന്ന് കവർ ചെയ്തൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഇതുപോലെ ഫുള്ളായിട്ട് നമുക്ക് എല്ലാത്തിലും ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പൈപ്പിംഗ് ബാഗ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ സ്പൂൺ ഇട്ട് പോയി, ഇതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ മൊത്തം ഇതുപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാനായിട്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഇഡലി ചെമ്പില്ലേ, ഇഡലി ചെമ്പ് നേരത്തെ തന്നെ വെള്ളം ഒഴിക്കാതെ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 15 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ തട്ടങ്ങ് ഇറക്കി വെക്കാം. ഞാനിപ്പോൾ 2 തട്ടിലാണ് ചെയ്തേക്കുന്നത്. 2 തട്ടും ഒരുമിച്ച് വെക്കുവാണ്. വെച്ചിട്ട് നമുക്കിനി ഇതിൻ്റെ അടപ്പങ്ങ് അടച്ചു കൊടുക്കാം. അടച്ചു വെച്ചിട്ട് നമുക്കിനി ഒരു 30 തൊട്ട് 35 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ 35 മിനിറ്റ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയായിരുന്നു, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ തുറന്ന് കഴിഞ്ഞപ്പോഴത്തേനും അതാ മേലത്തെ തട്ടൊന്ന് താഴ്ന്നു പോയത്. അപ്പോൾ അത് കണ്ട താഴത്തെ തട്ട് കണ്ടോ, നല്ലതായിട്ട് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കേക്ക്. നമുക്കിതങ്ങ് താഴത്തേക്ക് മാറ്റി കൊടുക്കാം, ആറാനായിട്ട് മാറ്റി വെക്കാം.
അതെ ആറിക്കഴിഞ്ഞപ്പോൾ ശരിക്കും നമ്മുടെ മേലത്തെ തട്ട് നന്നായിട്ട് താന്നു പോയിട്ടുണ്ട്. താഴത്തിരുന്ന തട്ടിന് അത്രയും കുഴപ്പമില്ല. നമ്മൾ ഇടയ്ക്ക് തുറന്ന് നോക്കിയാൽ ഇതുപോലെ താന്നു പോകും. അതായത് പ്രത്യേകം ശ്രദ്ധിക്കണം. 35 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയാൽ മതിയാവും. അത് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി. നമ്മുടെ താഴത്തെ തട്ടാണ് ഇത്. താഴത്തെ തട്ടിൽ ഉണ്ടാക്കിയ കേക്കാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെല്ലാം കേക്ക് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അവസാനം ഉണ്ടാക്കിയതിനകത്ത് നമ്മൾ നടുക്ക് ചോക്ലേറ്റ് വെക്കാതെയാണ് ഉണ്ടാക്കിയത്. ആ കേക്കാണ് മുമ്പിൽ വെച്ചേക്കുന്നത്. ഇത് നമ്മൾ ആദ്യം ഉണ്ടാക്കിയത് മറ്റേ പതിഞ്ഞു പോയ കേക്കില്ലേ, അത് നമുക്കൊന്ന് അകം എങ്ങനെയുള്ളതെന്ന് തുറന്ന് നോക്കാം. കണ്ടോ, അകത്തത് നമ്മൾ ചോക്ലേറ്റ് ഒക്കെ വെച്ചത് നല്ല മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് ഈ നടുക്കത്തെ തട്ടിലൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്തിട്ട് അതിനകത്ത് ഇച്ചിരി ചോക്ലേറ്റ് ഒക്കെ ഒന്ന് മെൽറ്റാക്കി ഒന്ന് തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ നല്ലൊരു ഗുമ്മ് കിട്ടണ്ട, അതിന് ഞാൻ ഇച്ചിരി ചോക്ലേറ്റ് തേച്ച് വെച്ചാൽ കേട്ടോ. എന്നാലും കുഴപ്പമൊന്നും, നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതുപോലെ ചോക്ലേറ്റ് കേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. ഇപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ, കുട്ടികളൊക്കെ കാലിയാക്കിക്കോളും പ്ലേറ്റ്. അപ്പോൾ ഞാൻ അവസാനം ഉണ്ടാക്കിയതിന് ഇതിനകത്ത് നടുക്ക് ഞാൻ ചോക്ലേറ്റ് വെക്കാതെ ഉണ്ടാക്കിയതാണ്. ചോക്ലേറ്റ് ഇല്ലാതെ നമുക്കിത് ഉണ്ടാക്കാം. ചോക്ലേറ്റ് ഇല്ലാതെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് ഇതുപോലെ ഇതിന് ഉൾവശമൊക്കെ നന്നായിട്ട് ഇതുപോലെ കിട്ടും. കണ്ടോ, നല്ല സ്പോഞ്ച് പോലത്തെ നല്ല കേക്കാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക്. അപ്പോൾ 2 പേര് ഇതിൻ്റെ മണമൊക്കെ അടിച്ച് വെളിയിലിരിപ്പുണ്ട്. നമുക്ക് അവർക്കൊന്ന് കൊണ്ട് കൊടുത്തു നോക്കാവേ. കേക്ക് കേക്ക് കഴിച്ച് കാണിക്ക്. ആ ചിച്ച്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇഷ്ടമാകും. എല്ലാവരും പ്രിപ്പയർ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.